ഹായ് ഫോക്സ്, എനിക്കിത് നിങ്ങൾ എസ് എം ടീസ് നോക്കുന്നവരടുത്ത് പറയാനുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾ പലരും ഇപ്പൊ നിങ്ങളുടെ ബയാസ് ഫ്രെയിം ചെയ്യുന്നത് എസ് എം ടിയുടെ ബേസിലാന്ന് കാണാം. സോ നിങ്ങൾക്ക് ഈ ഒരു ട്രേഡ് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ എൻറ്റർ ചെയ്തിട്ട് ഞാൻ ഷോർട്ട് സെൽ ചെയ്തു, ഞാൻ ഇവിടെ തിരിച്ച് എന്റെ ബ്രേക്ക് ഈവൻ എക്സിറ്റ് അടിച്ചു. സോ ഇവിടെ എന്താ നടന്നതെന്ന് വെച്ചാൽ ഈ ട്രേഡ് ആക്ച്വലി നല്ല ട്രേഡ് ആയിരുന്നോ? യെസ്. ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നത് ഒരു ഫ്രൈഡേ, ഒരു പ്രീവിയസ് വീക്കിന്റെ ഫ്രൈഡേ ഹൈ ആണ്. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റിയാണ് നമ്മളിവിടെ ഗ്രാബ് ചെയ്തത്. നമുക്ക് അവിടെ എക്സാക്ട്ലി ഒരു എസ് എം ടി കിട്ടിയോ? ഓഫ് കോഴ്സ് കിട്ടി. നമ്മുടെ ഇ എസ് ആ ഒരു അവിടെ എടുത്തിട്ടില്ലായിരുന്നു. ആൻഡ് നമുക്ക് ചെറിയ സ്കെയിലും നമുക്ക് അടിപൊളി എസ് എം ടിസ് കിട്ടിയിരുന്നു. ഈ ഒരു ഹൈ ഇവിടെ എടുത്തിരുന്നു, പക്ഷേ ഈ ഒരു ഹൈ ഇത് എടുത്തിട്ടില്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം. സോ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് ഈ ഒരു ട്രേഡ് പ്ലേ ഔട്ട് ആയില്ല? ഇതിപ്പോ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഇൻവേർഷൻ ഗ്യാപ്പും ബ്രേക്കറും ഒന്നും കാണാൻ പറ്റിയില്ലായിരിക്കും. പക്ഷെ ഇവിടെ ഇവിടെ നിങ്ങൾ ഈ നോക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ്ട് ഒരു ഫെയർ ഗ്യാപ്പ്, ലോ ഗ്യാപ്പ്, നിങ്ങളുടെ ബ്രേക്കർ താണ്ട് ഇവിടെ എൻ്റർ ചെയ്യാം. റീടെസ്റ്റ് കിട്ടിയിട്ടില്ല, നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഇതൊരു അടിപൊളി ട്രേഡ് ആയിരുന്നു, ഇതൊരു ബ്യൂട്ടിഫുൾ ട്രേഡ് ആയിരുന്നു. ഈ ഒരു ഷോർട്ട് ടേം ലോയെ ഞാൻ എയിം ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ നടന്നെന്ന് വെച്ചാൽ ലൈക്ക് എന്റെ റിയൽ ലിക്വിഡിറ്റി എവിടാന്ന് ചോദിച്ചാൽ ലൈക്ക് ഈ ഒരു ഗ്യാപ്പ് ആയിരുന്നു എന്റെ റിയൽ ലിക്വിഡിറ്റി. സോ കമ്മിങ് ബാക്ക് ടു നമ്മുടെ നോർമൽ ഇത് 1 മിനിറ്റ് ചാർട്ട്. അപ്പം ഇത് എന്തുകൊണ്ട് ഈ ഒരു ട്രേഡ് പ്ലേ ഔട്ട് ആയില്ല? തിരിച്ച് എന്തുകൊണ്ട് എന്റെ ട്രേഡ് ബ്രേക്ക് ഈവനിൽ പോയി? ഇതൊരു ബാലൻസ് പ്രൈസ് റേഞ്ച് ആയിരുന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? ഇത് നിങ്ങൾക്ക് പലർക്കും നടക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അവിടെ നിങ്ങൾ എസ് എം ടി നോക്കി എസ് എം ടി എന്ത് വർക്ക് ആവത്തില്ല എന്ന് നിങ്ങൾ മൈൻഡ് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ചാൽ ഇ എസ് എക്സാക്ട്ലി പെർഫോം ചെയ്തു. പക്ഷെ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ US30 വൈ എം നമുക്ക് അനുകൂലമായിട്ടല്ല പെർഫോം ചെയ്തത്. കാരണം വൈ എമ്മും നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം ഇതായി, പക്ഷെ വൈ എം നമ്മുടെ ടാർഗറ്റ് മീറ്റ് ചെയ്തു. വൈ എമ്മിന്റെ 15 മിനിറ്റ് ചാർട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്നത് വൈ എം നമ്മുടെ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. ഒരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ടു തിരിച്ചൊരു ഇന്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ വന്ന് വൈ എം ആ ട്രേഡ് കംപ്ലീറ്റ് ചെയ്തു. ആക്ച്വലി ഈ ട്രേഡ് എടുക്കേണ്ടിയിരുന്നത് നമ്മൾ വൈ എമ്മിലായിരുന്നു, ഡോ ജോൺസണിലായിരുന്നു, US30യിലായിരുന്നു. സോ ആ ഒരു ട്രേഡ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ട്രേഡ് ക്ലോസ് ചെയ്യാൻ കാരണം. ഇത് ബ്രേക്ക് ഈവൻ സ്റ്റോപ്പ് ലോസ് അടിച്ച് നിന്നതല്ല, ഞാൻ ഈ ട്രേഡ് മാനുവലി എക്സിറ്റ് ആയതാണ്. സോ ഞാൻ നിങ്ങളുടെ വീഡിയോയുടെ ഇടയിൽ ഞാൻ എക്സിറ്റ് ആവാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അത് ഓപ്പണിംഗ് പ്രൈസിൽ വന്നു. സോ ഞാൻ അത് എക്സിറ്റ് ആയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. സോ നിങ്ങൾ ഇങ്ങനത്തെ ഒരു എന്റെ ഒരു ട്രേഡ് എൻട്രി അല്ലെങ്കിൽ എക്സിറ്റ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാം. ഞാൻ ഈ ട്രേഡും എനിക്ക് ക്യാപിറ്റൽ ലോസ് ഒന്നുമില്ല, ഇത് പ്യൂർലി ബ്രേക്ക് ഈവൻ ട്രേഡ് ആണ്. കമ്മീഷൻസിന്റെ ഇത് മാത്രമേ ഉള്ളൂ. സോ എനിക്കിവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ വൈ എം അകത്ത് ടാപ്പ് ചെയ്തു, നമ്മുടെ ഇ എസും നാസ്ഡാക്കും അവിടെ ടാപ്പ് ചെയ്തില്ല. അതൊരു ഗ്യാപ്പ് ബേസ്ഡ് എസ് എം ടി ആണ്. അപ്പൊ ഈ ഒരു ഗ്യാപ്പ് ബേസ്ഡ് എസ് എം ടി വെച്ചിട്ട് നമുക്ക് അടുത്തൊരു ട്രേഡ് ഫ്രെയിം ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നിങ്ങൾ ഇന്നത്തെ ഒരു FOMC മൺഡേ AM സെഷന്റെ ട്രേഡ്സ് കഴിഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ ലൈക്ക് ഞാൻ ലൈവിൽ നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് 9:30 ഓപ്പൺ ബൈ ഇതുണ്ടായിരുന്നു. നമുക്ക് നമ്മുടെ ഓവറോൾ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ആയത് നമ്മുടെ ലണ്ടനിലെ സെൽ ഓഫ് കഴിഞ്ഞിട്ടുള്ള റിവേഴ്സലാണ് നമ്മുടെ ബുള്ളിഷ് ട്രേഡ് സ്റ്റാർട്ട് ആയത്. നമ്മുടെ ഇനിഷ്യൽ കൺസോൾട്ടേഷൻ എന്നുള്ള ലെവലിൽ ഈ ഒരു ഹൈ നമ്മുടെ പ്രൈസ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോസ്റ്റ് ചെയ്ത ട്രേഡിന്റെ എൻട്രി ഇവിടുന്നായിരുന്നു. ആ ഒരു ട്രേഡ് ഞാൻ ഇവിടെ എക്സിറ്റ് ആയി. അതിനുശേഷം നമ്മുടെ 9:30 ഓപ്പണിംഗിന്റെ മാനിപ്പുലേഷനും കാര്യങ്ങളും ഫസ്റ്റ് പ്രസന്റ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ബൈ അത് ഇവിടം വരെത്തി. നമ്മുടെ ഒരു ഫ്രൈഡേ ഒരു മേജർ പോയിന്റ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇന്റേണൽ റേഞ്ച് ടു എക്സ്റ്റേണൽ റേഞ്ച് ടു ഇന്റേണൽ റേഞ്ച് ആയിരുന്നു ഞാൻ 1050 മാക്രോയിൽ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷെ നമുക്ക് അത് കിട്ടിയില്ല. അത് കിട്ടിയില്ല എന്നല്ല, അത് കിട്ടി, പക്ഷെ അത് വൈ എമ്മിലാണ് നടന്നത്. നാസ്ഡാക്കും ഇ എസും വൈ എമ്മും ആണ് കോറിലേറ്റഡ് പെയർ. നിങ്ങൾ 2 പേരല്ല 3 പേരാണ്. യൂറോ USD ട്രേഡ് ചെയ്യുന്നവർക്ക് യൂറോ USD, GBP USD, ഡോളർ, അങ്ങനെ 3 പേരുകളുണ്ട്. സോ നിങ്ങൾക്ക് 2 പേര് ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ 3 പേരാണ് നിങ്ങൾക്ക് എക്സാക്ട് പ്രിസിഷനും കൺസിസ്റ്റൻസിയും എല്ലാത്തിനും ഒരു റീസണിങ്ങും കാര്യങ്ങളും എല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് ഈ SMT നോക്കി ട്രേഡ് ചെയ്യുന്നവർക്ക് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മിക്കവരും ഈ ഒരു ട്രേഡ് ലൈക്ക് ഇതൊരു ബിഗിനർ 2022 മോഡൽ ട്രേഡ് ആണ്. പക്ഷെ ഇത് എന്താ പ്ലേ ഔട്ട് ആവാത്തെന്ന് ചോദിച്ചാൽ അതിന്റെ റീസൺ ഇതാണ്. നിങ്ങൾക്ക് എക്സാക്ട്ലി ഡിസ്പ്ലേസ്മെന്റും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ട്രേഡ് പ്ലേ ഔട്ട് ആയില്ല. അതിന്റെ റീസൺ ഇതാണ്. ഓക്കെ ഗൈസ്, സോ അതേപോലെ എനിക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ SMTയുടെ ബേസിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ ട്രേഡ്സും ബയാസും കാര്യങ്ങളും ഫ്രെയിം ചെയ്യരുത്. കാരണം ഒരു SMT ഉടനെ ഒരു പാച്ചപ്പ് ചെയ്യും. കാരണം ഒരുപാട് പേര് ഇങ്ങനെ ഒരു ക്രാക്ക് ആൻഡ് കോറിലേഷൻ ഇങ്ങനെ ഒരു പാറ്റേൺ ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങി. സോ അവർ ഉടനെ തന്നെ ഈ ഒരു പാറ്റേൺ എന്താ പറയാ
സ്റ്റോപ്പ് ചെയ്യും എന്നും വെച്ചിട്ട് നമ്മുടെ റിവേഴ്സൽസിന് മുമ്പുള്ള SMTs ഫോം ആവത്തില്ല എന്നല്ല, മൾട്ടിപ്പിൾ SMTs ഫോം ആവും. അതിനകത്ത് നിങ്ങൾ ഇതാണ് പ്രോപ്പർ SMT എന്ന് പറഞ്ഞ് നിങ്ങൾ ബയോ സെല്ലോ ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓവറോൾ കാര്യങ്ങൾ സ്റ്റോപ്പ് ആയി പോകും, നിങ്ങളുടെ ടേക്ക് ലോസ് അടിക്കും. സോ നിങ്ങളുടെ ഓവറോൾ ബയാസും കാര്യങ്ങളും ബിൽഡ് ചെയ്യേണ്ടത് നിങ്ങളുടെ SMTയുടെ ബേസിലല്ല, നിങ്ങളുടെ എന്താ പറയാ ഒരു നറേറ്റീവിന്റെ ബേസിലാണ്. നിങ്ങൾ എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നമുക്ക് നറേറ്റീവും നമുക്ക് അതേപോലെ തന്നെ ഒരു ബയാസും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ ചുമ്മാ ഒരു ക്രാക്ക് ഇൻ കോറിലേഷന്റെ ബേസിലോ ഒരു SMTയുടെ ബേസിലോ മാത്രം നിങ്ങൾ ഫ്രെയിം ചെയ്യരുത്. ട്രേഡ് ഫ്രെയിം ചെയ്താൽ എന്തോ പറ്റും, ഞാൻ ലൈവായിട്ട് ക്യാപിറ്റൽ റിസ്ക് ചെയ്ത് നിങ്ങളുടെ മുമ്പ് ഞാൻ ഇപ്പൊ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഗൈസ്, until then, be safe, trade safe, bye folks.